എല്ലാവരും ഗുരുവായൂരിന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പന അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കാട്ടോ. നമസ്കാരം, ഞാൻ ലിജി. വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഈ ജസ്ന സലീം, ഈ സ്ത്രീയെ എല്ലാവർക്കും മുൻപേ പരിചയമുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉണ്ണിക്കണ്ണന്റെ ചിത്രം വരച്ചുകൊണ്ട് തുടങ്ങിയതാണ് ഇവരുടെ റീച്ചും ഫെയിമും ഉണ്ടാക്കൽ തുടങ്ങിയതാണ്. ഇപ്പൊ വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. വർഷം തോറും ഓരോ ഇഷ്യൂ എങ്കിലും ഇവർ ഗുരുവായൂരപ്പനുമായിട്ട് ഉണ്ടാക്കി അവിടെ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കി റീച്ചും ഫെയിമും നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവര്. ഇപ്പൊ ഈ സ്ത്രീയെ കുറിച്ച് പറയുകയാണ്, ഈ ഓരോ പേക്കൂത്തുകൾ കണ്ട് ദേവസ്വം ബോർഡ് ഇവർക്കെതിരെ അവിടുത്തെ നിയമം അനുശാസിക്കാത്ത കാര്യങ്ങൾ ഇവർ ചെയ്ത് അതിനെതിരെ ദേവസ്വം ബോർഡ് പരാതി കൊടുക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് കർശനമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്നും ഇവർക്ക് അത് ശരിയാവുന്നില്ല. ഇവര് കണ്ണന്റെ പടങ്ങൾ വരച്ച് സെയിൽ ചെയ്യുന്നതായിരുന്നു ഇവരുടെ പരിപാടി. അത് പലർക്കും അറിയാവുന്നതാണ്. ഒരേ ആംഗിളിലുള്ള ഒരേ പടം തന്നെയാണ് ഇവർ വരയ്ക്കുകയും അത് അവരുടെ ബിസിനസ് അവർ ഏത് രീതിയിലോ നടത്തിക്കോട്ടെ, അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഈ ഗുരുവായൂർ അമ്പല നടയിൽ ഇവരിപ്പോൾ കാണിച്ചിരിക്കുന്ന വിഷയം വളരെ ഒരു സാമൂഹ്യ പ്രസക്തി ഉള്ള ഒരു വിഷയം തന്നെയാണ്. ഹിന്ദുമത വിശ്വാസങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും അമ്പലങ്ങളിലെ രീതികളെക്കുറിച്ചും ഒട്ടും ബോധമില്ലാതെ ഒരു വിവേകമില്ലാത്ത രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഓരോ മതക്കാർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. ആരുടെയും വിശ്വാസങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. നമ്മുടെ ഹിന്ദുമത വിശ്വാസം എന്ന് പറയുന്നത്, ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ഒരു വളരെ വിശാലമായ മതമാണ്. എല്ലാ മതങ്ങളെ വിശ്വസിക്കാനും എല്ലാ മതങ്ങളെ ആരാധിക്കാനും എല്ലാ മതവിശ്വാസികളെയും സ്വീകരിക്കുന്ന ഒരു മതം കൂടിയാണ് ഹിന്ദുമതം. ഗുരുവായൂർ അമ്പലത്തിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ അന്യമതസ്ഥർക്ക് പ്രവേശിച്ചുകൂടാ എന്നുള്ളത് അവിടെ വർഷങ്ങളായി അവിടെ പാലിച്ചു പോകുന്ന ഒരു സംഭവമാണ്. ആ ഒരു സ്ഥലത്താണ് ഈ സ്ത്രീ പായസവും കൊണ്ട് പോകുന്നത്. അപ്പം ബാക്കി വീഡിയോയിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പന അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കാട്ടോ. ഒട്ടുമിക്ക ആൾക്കാരും ഗുരുവായൂർ അമ്പലത്തിൽ പോയി വരുന്ന സമയത്ത് പായസം കൊണ്ടുവരാറില്ലേ? ഞാനിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയാണേ. പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ വര തുടങ്ങി അന്ന് തൊട്ടിട്ട് ഒരു കുഞ്ഞു കണ്ണനെയാണ് വരയ്ക്കാറ്. അപ്പൊ ഞാൻ കേട്ടറിവാണ് കണ്ണന് ഒരുപാട് ഇഷ്ടമാണ് പായസം എന്നുള്ളത്. അപ്പോ അതേപോലെ ഒരുപാട് ആൾക്കാരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ഉണ്ണിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അത് എന്തെങ്കിലും കുഞ്ഞു കുട്ടിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടു കൊടുക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാവരും പോയിട്ട് വരുമ്പോൾ പായസങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഇവര് എന്താണെന്ന് വെച്ചാൽ പായസം അങ്ങോട്ട്, അതും പയറ് പായസം അങ്ങോട്ട് കൊണ്ടുപോകാൻ പോവുകയാണെന്ന് കണ്ണന് വേണ്ടിയിട്ട്. അവരുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് പയറ് പായസം കണ്ണന് വേണ്ടിയിട്ട് അവർ കൊണ്ടുപോവാണ്. അമ്പല നടയിലേക്കൊന്നും ഇവർക്ക് പ്രവേശനം ഇല്ല, അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ടുചെന്ന് വെക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇത്രയും വിശ്വാസമുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഇവരെങ്കിൽ ഹിന്ദുമത പ്രകാരം അല്ലെ എല്ലാ മതത്തിലും വിശ്വസിക്കുന്നവർ പറയുന്നത് ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ അല്ല അല്ലെങ്കിൽ യേശു എല്ലാം മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാം ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇത്രയും ഭയങ്കര ഭക്തിയുള്ള ഒരു സ്ത്രീ ഇവരുടെ മക്കൾക്ക് വെക്കാനായിട്ട് വെച്ച പയറ് പായസത്തിൽ നിന്ന് എവിടെ വെച്ചാലും കണ്ണന് ഇവരുടെ ഭക്തി യാഥാർത്ഥ്യമാണ്. ഇവർ കണ്ണനോട് കാണിക്കുന്ന ഭക്തി യാഥാർത്ഥ്യമാണ്, അതിലുള്ള വിശ്വാസം യാഥാർത്ഥ്യമാണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഭഗവാനെ നിവേദിക്കാം. അതിന് ഇങ്ങനെ ഒരു റീൽസും എടുത്ത് കാണിച്ച് ഗുരുവായൂർ അമ്പല നടയിൽ കൊണ്ടുപോയി ഹൈക്കോടതിയുടെയും കോടതികളുടെയും നിർദ്ദേശങ്ങളെ വിലയിലാക്കിക്കൊണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കേണ്ട യാതൊരു ആവശ്യവും ഇവർക്കില്ല. ഇവർക്ക് ഭക്തിക്കുപരി മറ്റ് മാനസികമായ എന്തോ പ്രശ്നമുള്ളതുപോലെയാണ് നമുക്ക് ഈ വീഡിയോ കണ്ടാൽ തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, ഗുരുവായൂരപ്പന് ഇഷ്ടം ഗുരുവായൂർ അമ്പല നടയിൽ കൂടുതൽ പ്രാധാന്യത്തോടെ ഉണ്ടാക്കുന്നത് പാൽപായസമാണ്. അത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്നല്ല, ഏത് അമ്പലത്തിലായാലും ഏത് പ്രസാദം ഭഗവാന്മാർക്ക് നിവേദിക്കാൻ വേണ്ടി ഉണ്ടാക്കിയാലും അത് അമ്പല നടയിൽ തന്നെ പാചകം ചെയ്ത് അവിടെ തന്ത്രിമാരുണ്ടാക്കി അവർക്ക് ദൈവങ്ങൾക്ക് നിവേദിക്കുകയാണ് പതിവ്. അതൊരു അനുഷ്ഠാനമാണ്, അതല്ലെങ്കിൽ അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. അത് വർഷങ്ങളായി തുടർന്ന് വരുന്ന രീതിയാണ്. ഇപ്പൊ ഇങ്ങനെ ഓരോരുത്തരും ഭക്തിമൂത്ത് പായസവും പയർ പായസവും അതും കൊണ്ട് പോയാൽ എന്തായിരിക്കും ഗുരുവായൂർ അമ്പലത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ മറ്റ് അമ്പലങ്ങളുടെ അവസ്ഥ? പിന്നെ ഇവർ പറയുന്നുണ്ട് ഗുരുവായൂർ ഉണ്ണിക്കണ്ണനാണ് ഇരിക്കുന്നത്, അവിടെ എന്തെങ്കിലും കൊണ്ട് കാഴ്ച വെക്കണമെന്ന്. അത് ശരിയാണ്. നമ്മളോട് നമ്മുടെ വിശ്വാസപ്രകാരം അവിടെയുള്ള വിശ്വാസികളെല്ലാം അവിടെ പോകുമ്പോൾ, അവിടെ നിന്നുള്ള ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഭഗവാന് എന്തെങ്കിലും ഒരു കാഴ്ച വെക്കാറുണ്ട്. അതൊരു ചന്ദനത്തിരിയോ എണ്ണയോ അതെങ്കിൽ കർപ്പൂരമോ അതല്ലെങ്കിൽ ഒരു മാലയോ തുളസി മാലയോ, അല്ലെങ്കിൽ ഓരോ അമ്പലങ്ങളിലും ഓരോ രീതിയാണ്. അവിടെ പ്രാധാന്യമുള്ള സാധനങ്ങൾ ആ അമ്പല പരിസരത്ത് ചെന്നാൽ നമുക്ക് മനസ്സിലാവും. അതിലേതെങ്കിലും ഒന്ന് നമ്മൾ നമ്മുടെ അർച്ചന ഒരു
നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം അവിടെ സമർപ്പിക്കാറുണ്ട്. അതിന് നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന പായസമോ അല്ലെ വീട്ടിൽ വേവിച്ചുണ്ടാക്കുന്ന സാധനങ്ങളല്ല കൊണ്ടു കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ ഈ തുലാഭാരം നടത്തുന്ന സാധനങ്ങൾ പോലും അവിടെ ഉപയോഗിക്കാറില്ല. അമ്പലത്തിലേക്ക്, അതായത് ഭഗവാന് പ്രസാദം ഉണ്ടാക്കാനായി ഇത് ഉപയോഗിക്കാറില്ല. അത് മറ്റു ആവശ്യങ്ങൾക്കായിട്ട് അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആ അമ്പലത്തിലേക്കാണ് ഇവര് ഈ പായസവും വെച്ചുകൊണ്ട് പോയിരിക്കുന്നത്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. അതേപോലെ എന്റെ ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ണനെയും കണക്കാക്കുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പൻ അങ്ങോട്ട് പായസം കൊണ്ട് കൊടുക്കാട്ടോ. ഇത് ഞാൻ ആ നടക്കൽ വെച്ചിട്ട് പോരാട്ടോ ചെയ്യാൻ പറ്റുന്നതും. കാരണം എന്റെ മക്കൾക്കൊക്കെ അത്രമേൽ ഇഷ്ടമാണ് ഈ പായസം. അതുപോലെ തന്നെയാണല്ലോ എന്റെ അവരെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കിയ ചെറുപയറിന്റെ പായസം അത് കലക്കി വീട്ടിലുണ്ടാക്കി ഗുരുവായൂരപ്പന് ഭഗവാന് കൊടുക്കാനായിട്ട് പാത്രത്തിലാക്കി കൊണ്ടുപോകണം. ഇവർക്ക് എന്താണ് പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവർക്ക് എന്ത് പറയാൻ, നമ്മളെ വാക്കുകൾ പലപ്പോഴും പല രീതിയിലും പോകുക. കാരണം നമ്മൾ ഒട്ടുമിക്ക ഹിന്ദു സമുദായത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും അന്യമതസ്ഥരായ ആൾക്കാർ പോലും ഈ ഗുരുവായൂരപ്പനെ കാണാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിന് ഭക്തിയോടെ നോക്കിക്കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരാരും പറയാത്ത ഒരു വിചിത്രമായ കാര്യമുണ്ട്. ഇവരിങ്ങനെ ഇത് കൊണ്ടുപോകുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഇവരുടെ റീച്ചിനും ഫെയിമിനും വേണ്ടിയാണ്. ഈ പായസം ഗുരുവായൂർ അമ്പലത്തിന്റെ, നാലമ്പലത്തിന്റെ എന്നല്ല, ആൾക്കാർ ക്യൂ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് പോലും ഇവർക്ക് എത്തിക്കാൻ പറ്റില്ല. പിന്നെ ഇവരിങ്ങനെ ഈ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശവും ഉള്ള സ്ഥിതിക്ക് ഇവരിങ്ങനെ എന്തിനാണ് ഈ പ്രഹസനങ്ങൾ കാണിക്കുന്നതെന്ന് അറിയാത്തതാ. അവരുടെ മക്കളെ പോലെയാണ് അത്ര അവർക്ക് ഉണ്ണിക്കണ്ണനും. ഉണ്ണിക്കണ്ണനെ അങ്ങനെ അവർക്ക് ആരും ആരാധിക്കരുത്, സ്നേഹിക്കരുത് ഒന്നും പറയുന്നില്ല. ആർക്കും എങ്ങനെയും ആരാധിക്കാം. അവരുടെ ഭക്തി എത്രത്തോളം മനോഹരമാക്കാമോ ആ രീതിയിൽ ഭഗവാന്റെ മുന്നിൽ അവർക്ക് എല്ലാവർക്കും അവരുടെ ഭക്തി കാണിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവരുടെ മക്കൾക്ക് പായസം കൊടുത്ത പോലെ ഉണ്ണിക്കണ്ണന് പായസം കൊടുക്കണമെങ്കിൽ അവരെ വീട്ടിൽ വെച്ച് തന്നെ നിവേദിക്കാം. ദൈവം മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാം ഉണ്ട്. അവർക്ക് അവിടെ വെച്ച് മനസ്സുകൊണ്ട് അവർ ഭക്തിയോടെ അത് അർപ്പിച്ചാൽ അത് കഴിക്കാൻ ഗുരുവായൂരിൽ നിന്ന് കണ്ണൻ ഇവിടെ വന്ന് കഴിച്ചിട്ട് പോയിക്കോളും. അതിന് ഇവരെ അങ്ങോട്ടേക്ക് താങ്ങിക്കൊണ്ട് പോയി ഈ പ്രഹസനം കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഭക്തിയൊക്കെ നല്ലതാണ്. പക്ഷെ ഇത് വളരെ അതായത് ഹിന്ദുമത വിശ്വാസികളെ, പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനിൽ വിശ്വാസമുള്ള ഭക്തരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യമാണ് ഇവർ ഇങ്ങനത്തെയൊക്കെ വേലകള് ഈ കാണിക്കുന്നത്. കണ്ണന് പായസവും കൊണ്ട് പോകുന്നതിന്റെ ആർപ്പും വിളിയൊക്കെ കേട്ടില്ലേ? ഇങ്ങനല്ലേ കണ്ണന് ഭയങ്കര ഭക്തിയോടെ പായസവും കൊണ്ട് പോകുന്നത്. വെറുതെ ഒരു ഷോ കാണിച്ച് റീൽസ് എടുത്ത് റീച്ച് കൂട്ടി ഇപ്പൊ നമ്മളെ പോലെ 10 പേര് സംസാരിക്കുന്നില്ലേ ഇവരെ കുറിച്ച്? ഇതിനു വേണ്ടി തന്നെയാണ്. എന്നാ ചോദിക്കുക എന്തിനു നമ്മൾ സംസാരിക്കുന്നത്? പക്ഷെ ഇമ്മാതിരത്തെ വേലത്തരങ്ങൾ കാണിക്കുമ്പോൾ യഥാർത്ഥ ഭക്തരായ ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഇതൊന്നും നമുക്ക് കണ്ട്, പ്രത്യേകിച്ച് നമ്മളെ പോലെ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടൊക്കെ ഇരിക്കുന്നവർക്ക് ഇമ്മാതിരത്തെ ആഭാസത്തരങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് പ്രതികരിക്കുന്നത്. ഇപ്പൊ എന്റെ പ്രതികരണം അവർക്കൊരു റീച്ച് കൂട്ടുന്നത് ആണെന്ന് എനിക്കറിയാം. പക്ഷെ ഇതിനെതിരെ സംസാരിക്കാൻ പറ്റാത്ത ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് വളരെ മോശമായ ഒരു കാര്യമാണ്. ഇതിനെതിരെ കർശനമായ നടപടികൾ നാട്ടുകാരും ആ അമ്പല പരിസരത്തുള്ളവരും ചേർന്ന് എടുക്കണമെന്ന്. ഇവർ ഓരോരോ വർഷം തോറും ഇങ്ങനെയുള്ള ആഭാസത്തരങ്ങൾ ഇവർ കാണിക്കാനുള്ള ഇടമല്ല ഗുരുവായൂർ അമ്പലം. ഏതമ്പലങ്ങളിലായാലും ഇങ്ങനത്തെ ഇതുപോലൊരു രീതി ആരും കണ്ടിട്ടില്ല. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയായിരുന്നു അവരുടെ ആവശ്യം. പക്ഷെ ഇത് അവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ എതിർപ്പ് നമ്മൾ അറിയിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ചർച്ച മാത്രമാണിത്. ഒരുപക്ഷെ ഇതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. പക്ഷെ ഇങ്ങനെയുള്ള വേലത്തരങ്ങൾ കൂടി വന്നാൽ അവർക്ക് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ചിലപ്പോൾ നേരിടേണ്ടി വരും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തുലാഭാരം നടത്തുന്ന സാധനങ്ങൾ പോലും അവിടെ ഭഗവാന് നിവേദ്യം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അമ്പലമല്ല. പിന്നെ ഇവരെ ഈ ഒരു പ്രഹസനം കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇവരുടെ ഈ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് ഭക്തരുടെ ഭക്തിയെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് വന്നിട്ടുണ്ട്. പടം വരപ്പ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പായസം വിൽപ്പനയായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എന്റെ ഹൈന്ദവ സഹോദരന്മാർ, ഇവളുടെ തട്ടിപ്പ് തിരിച്ചറിയണം. ഗുരുവായൂരിലെ നാട്ടുകാർക്ക് നട്ടലില്ലാത്തത് കൊണ്ടാണ് അവിടെ കാല് കുത്തുമ്പോൾ തന്നെ അടിച്ചോടിക്കണം. പിന്നെ അമ്പലത്തിൽ പോയിട്ട് അതിന്റെ അടുത്ത് പോലും ഇവൾക്ക് പോകാൻ സാധിക്കില്ല. അതിന് കഴിഞ്ഞ ജന്മം വല്ല പൂതനയും ആയിരുന്നു. അങ്ങനെ ഒരുപാട് കമന്റുകൾ താഴേക്ക് വന്നിട്ടുണ്ട്. ഭഗവാനുള്ള നിവേദ്യം തയ്യാറാക്കാനുള്ള അനുവാദം മേൽശാന്തിക്ക് മാത്രമാണ്, മറ്റുള്ള പൂജാരിമാർക്ക് പോലുമില്ല. പിന്നെ എങ്ങനെ ഈ ലേഡി കണ്ണന് നിവേദ്യം വീട്ടിലെ കിച്ചണിൽ നിന്ന് കൊണ്ടുപോവുക?
ഇവർ ശരിക്കും ഒരു വിശ്വാസിയാണെങ്കിൽ പയർ പായസവും ചുമന്നുകൊണ്ട് ഗുരുവായൂരിൽ പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ വീട്ടിൽ വൃത്തിയും വെടുപ്പുമുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അത് സ്വീകരിക്കും. ഈ കോപ്രായം ഒഴിവാക്കൂ. ഇത് തന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. ഇവരുടെ ഈ കോപ്രായങ്ങൾ ഒഴിവാക്കണം. ഇവർക്ക് യഥാർത്ഥ ഭക്തയാണ്, ഇവർ ഒരു യഥാർത്ഥ ഭക്തയാണ് ഈ സ്ത്രീ എങ്കിൽ അവരുടെ മക്കൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പായസം ഭഗവാന് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ ഇവർ വീടും പരിസരവും വൃത്തിയായി ഇവരും വൃത്തിയായതിനു ശേഷം ആ പായസം ഭഗവാന് നിവേദ്യമായി അവരുടെ വീട്ടിൽ തന്നെ സമർപ്പിക്കാവുന്നതാണ്. ആ ഭഗവാൻ അവിടെ വന്നത് സ്വീകരിച്ചോളൂ. ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ചു വളർന്നതാണെങ്കിലും മറ്റുള്ള മതങ്ങളെ ഞാൻ തള്ളിപ്പറയുകയോ ആ മതങ്ങളെ ഞാൻ നിന്ദിക്കുകയോ ചെയ്യാറില്ല. അതോടൊപ്പം തന്നെ എല്ലാ ഈ പള്ളികളിലും മോസ്കുകളിലും ഒക്കെ ഞാൻ പോകുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഒരിക്കലും അവിടെ പോകുന്നത് ആ അവിടെയുള്ള ഭക്തരുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ പോകുന്നത്. എനിക്ക് അവിടെ പോകാൻ ഇഷ്ടമാണ്. ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അവിടെ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. അവിടെ എന്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടോ അത് ഞാൻ പാലിച്ചുകൊണ്ട് ഞാൻ അവിടെ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, തിരിച്ചു പോകുന്നു. അല്ലാതെ ഞാനൊരു അന്യമതസ്ഥരുടെ ഒരു അടുത്ത് പോകുമ്പോൾ അവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നത്. നമ്മൾ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന മതസൗഹാർദ്ദമുള്ള ഒരു രാജ്യം തന്നെയാണ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ദൈവങ്ങളെ വിശ്വസിക്കാനും ആരാധിക്കാനും എല്ലാം ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്ത്രീ ഒരിക്കലും ഗുരുവായൂരപ്പനെ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ ആരാധന നടത്തുന്നതിന് ഒന്നും നല്ല ഹിന്ദുമതക്കാർ ആരും എതിരല്ല. പക്ഷെ ഇവരുടെ രീതികളെയാണ് ആൾക്കാർ വിമർശിക്കുന്നത്. ഇവരെന്തുകൊണ്ട് റീൽസിനും ഫെയിമിനും വേണ്ടി വർഷം തോറും ഇങ്ങനെയുള്ള കോപ്രായത്തരങ്ങൾ കാണിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ റീച്ചിനും ഫെയിമിനും വേണ്ടി ഇങ്ങനെയുള്ള വേലകൾ കാണിക്കുന്നു. അപ്പോൾ ഇവർ ചെയ്യുന്ന ഈ ഓരോ പ്രവൃത്തിയും യഥാർത്ഥ ഭക്തരെ, കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് മതവിശ്വാസികൾ ഒരു നേരം ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ഭഗവാനെ ഒന്ന് കണ്ട അനുഗ്രഹം മേടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഇവരുടെ ഈ ആഭാസത്തരങ്ങൾ, ഈ കോപ്രായങ്ങളും ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ഭക്തിയോടുകൂടി ഭഗവാന് പ്രസാദം കൊണ്ട് പയറുപായസവും കൊണ്ടുപോകുന്ന സ്ത്രീയുടെ ഡ്രസ്സിലൂടെ ഒരു പാറ്റയാണ് ഇരുന്ന് ഓടുന്നത്. അപ്പൊ എത്രത്തോളം വൃത്തിയോടും ഭക്തിയോടുമാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്തു എന്ന് ആലോചിച്ചോണം. ഇങ്ങനെയുള്ള ഇവരുടെ ഈ കോപ്രായ തരങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മളെ പോലുള്ളവർ വിമർശിക്കാനും നമ്മളെ പോലുള്ളവർ എടുത്ത് വീഡിയോ ചെയ്യാനും വേണ്ടിയാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പൊ ചോദിക്കും, ഞാനും ഇങ്ങനൊരു വീഡിയോ ചെയ്തപ്പോൾ അവർക്കൊരു റീച്ച് ആവുകയല്ലേ എന്ന് എന്റെ വീഡിയോ കാണുന്നവർ ചിന്തിക്കും. പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ റീച്ചിന് വേണ്ടിയല്ല ഞാനിത് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനത്തെ ഒരു കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ എന്നെ പോലെ ഒരുപാട് ഭക്തർക്ക് ഇത് കാണുമ്പോൾ വിഷമം ഉണ്ടാകുന്നുണ്ട്. അവർക്ക് പക്ഷെ എനിക്കൊരു സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. എനിക്ക് എന്റെ ചാനലിൽ വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാം, എന്റെ പ്രതിഷേധം എനിക്ക് അറിയിക്കാം. എന്നെ പോലെ ഇങ്ങനെ ഒരു ചാനലോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത ഒരുപാട് സ്ത്രീകൾ ഉണ്ട്, ഒരുപാട് ഭക്തരുണ്ട്. സ്ത്രീകളിൽ ഒരുപാട് ഭക്തരുണ്ട്. ഗുരുവായൂരപ്പനെ അത്രയും ഭക്തിയോടെ ആരാധിക്കുന്ന ഒരുപാട് സമൂഹങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അവർക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അങ്ങനെ പ്രതികരിക്കാൻ പറ്റാത്ത ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇപ്പൊ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അവരുടെ പ്രതികരണം കൂടെ ഞാൻ എന്റെ ഈ ചാനലിലൂടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ഒരു പ്രതിഷേധം ഞാനിവിടെ അറിയിക്കുന്നത്. അല്ലാതെ ഈ ജസ്നയ്ക്ക് ഒരു റീച്ചിന് വേണ്ടിയല്ല ഒരിക്കലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മത ആചാരത്തെ വ്രണപ്പെടുത്ത ഇവർക്കെതിരെ നിങ്ങളുടെ പ്രതിഷേധങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.